ബി.ആർ.എസ് നേതാവ് കെ കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാർട്ടി അധ്യക്ഷനും കെ കവിതയുടെ പിതാവുമായ കെ ചന്ദ്രശേഖർ റാവു ആണ് നടപടിയെടുത്തത്. പാർട്ടിയുടെ നയങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വന്നിരിക്കുന്നത്. നോബൽ മാരിക്കാരാണ് ചേരുന്നത്. നോബൽ, പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇപ്പോൾ കവിതയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഭിന്നത ഉണ്ടായിരുന്നു, അതിന് പിന്നാലെയാണോ ഇപ്പോൾ നടപടി? വിനീത, ബി.ആർ.എസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടായിരുന്നു. പ്രത്യേകിച്ച് കെ കവിതയും അതോടൊപ്പം തന്നെ കെ കവിതയുടെ സഹോദരൻ കൂടിയായ ടി ഹരീഷ് റാവു അടക്കമുള്ള ആളുകൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായും കെ കവിതയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു. അതോടൊപ്പം തന്നെ ചന്ദ്രശേഖർ റാവുവിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ഹരീഷ് അടക്കമുള്ള ആളുകൾ ശ്രമിച്ചു എന്തായിരുന്നു ഇതിൽ കെ കവിത ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണം വലിയ തരത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് മദ്യനയ അഴിമതിയടക്കം കെ കവിത അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് ഗൂഢാലോചന ഭാഗമാണെന്നും ബി.ജെ.പിയിലേക്ക് ബി.ആർ.എസിനെ അടുപ്പിക്കാനുള്ള ശ്രമം പലരും നടത്തുമെന്നടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ശക്തമായി തന്നെ കവിത ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കവിതയ്ക്ക് എതിരെ നടപടി പാർട്ടി എടുത്തിരിക്കുന്നത്. ബി.ആർ.എസിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനമാണ് കെ ചന്ദ്രശേഖർ റാവു എടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു, അതോടൊപ്പം തത്വങ്ങൾക്ക് എതിരായി പെരുമാറി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് ഇവരുടെ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കുന്നത്. കുടുംബത്തിലെ വഴക്ക്, പ്രത്യേകിച്ച് കെ ടി ഹരീഷ് റാവു അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ കെ കവിതയും അടക്കമുള്ള ആളുകളുമായി തുടരുന്ന ചേരിപ്പോരും ഒപ്പം കുടുംബത്തിലെ ചില പ്രശ്നങ്ങളുമാണ് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി എന്താണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് കെ കവിതയുടെ സസ്പെൻഷൻ ഇപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത്. ടി ഹരീഷ് റാവു അടക്കമുള്ളവർക്കൊപ്പം കെ ചന്ദ്രശേഖർ റാവു നിൽക്കുന്നു എന്നതിൻ്റെ കൂടി സൂചനയായി വേണം കവിതയുടെ ഈ സസ്പെൻഷനെ എന്താണെങ്കിലും വിലയിരുത്താൻ. നിലവിൽ കവിത നേരത്തെ ഈ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് ഇപ്പോൾ ജാമ്യത്തിലുമാണ് ഉള്ളത്. അതിനു പിന്നാലെ വലിയ തരത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ബി.ആർ.എസിന് അവിടെ അവരുടെ അധികാരം അടക്കം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പാർട്ടി വലിയ തരത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അധികാരം സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനു പിന്നാലെ പാർട്ടിക്കകത്ത് വലിയ ആഭ്യന്തര കലഹം ഉണ്ടായിരിക്കുന്നു. അത് വലിയ തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വിമുഖതയും ഒപ്പം പ്രതിസന്ധിയും ഉണ്ടാക്കിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും കെ കവിതയെ പുറത്തായിക്കൊണ്ടൊരു തീരുമാനമാണ് കെ ചന്ദ്രശേഖർ റാവു ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് സഹോദരനൊപ്പം നിന്നുകൊണ്ട് തന്നെ പുറത്താക്കി എന്നടക്കമുള്ള വിമർശനങ്ങൾ കവിതയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത് പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ കവിതയെ പുറത്തായിക്കൊള്ള തീരുമാനം എന്താണെങ്കിലും കെ ചന്ദ്രശേഖർ റാവു ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും ആഭ്യന്തര കലാപത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കവിതയ്ക്കെതിരെ നടപടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കവിതയുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയണം.